എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്ര ശ്രമിച്ചിട്ടും സ്നേഹിക്കാത്തവരുടെ മനസ്സ് എങ്ങനെ കീഴടക്കാം 100% ഗ്യാരണ്ടിയോടെ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ മനസ്സ് നിങ്ങൾ പൂർണ്ണമായും ആഗ്രഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി എന്നും കൂടെ ഉണ്ടാകാനും ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഏറ്റവും തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ പറയാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരുപാട് ചിന്തിച്ചിട്ടും ഒരുപാട് സ്നേഹ ആദരവുകളും പ്രണയവും കരുതലും ഒക്കെ നൽകിയിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട. ആ വ്യക്തി നിങ്ങളല്ലാത്ത മറ്റാരെങ്കിലും ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്തു. എങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടും? എങ്ങനെ ആ വ്യക്തി എന്നെ സ്നേഹിക്കും? എങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം കൊണ്ടുവരാൻ സാധിക്കും? പക്ഷേ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. എന്തുകൊണ്ട് എന്നെ അവഗണിക്കുന്നു? ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം മുഴുവൻ നൽകിയിട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം ആ വ്യക്തിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടും സ്നേഹത്തോടൊരു വാക്കോ നല്ലൊരു ചിരിയോ എനിക്ക് സമ്മാനിക്കാതെ ആ വ്യക്തി കടന്നു പോകുന്നു. അതിലെനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ തുറന്നു പറയുന്നു. പക്ഷേ എന്തൊക്കെ സംസാരിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല, അതിന് കൂട്ടാക്കുന്നില്ല. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് പിറകെ പോയത് ആ വ്യക്തിക്ക് ശല്യമായി മാറുകയും ആ വ്യക്തി നിങ്ങളോട് ശത്രുതയും വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ആ വ്യക്തിയുടെ പിറകെ പോകുന്നതിലൊരർത്ഥവുമില്ല. നിങ്ങൾക്കങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞാനല്ലാത്ത ആരെയോ സ്നേഹിക്കുകയോ എന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നും ഒക്കെ ആ വ്യക്തി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി എന്താണ് എൻ്റെ മനസ്സിലുള്ള ഒരു പോംവഴി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഹൃദയത്തിൽ ആ വ്യക്തി എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടും അത് നടക്കുന്നില്ല. കൺമുമ്പിൽ ആ വ്യക്തി നിങ്ങളെ വെറുത്ത് അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കാതെ കടന്നു പോകുന്നു. എങ്ങനെ ആ വ്യക്തിയുടെ മനസ്സ് കീഴടക്കാം? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പിറകെ നിങ്ങൾ നടന്നു. ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു ഇന്ന വ്യക്തി എൻ്റെ സ്നേഹത്തിന് പിറകെ നടക്കുകയാണ്. എൻ്റെ സ്നേഹം ആ വ്യക്തിക്ക് അത്യാവശ്യമാണ്. എൻ്റെ സ്നേഹം കിട്ടാതിരുന്നാൽ ആ വ്യക്തി വിഷമിക്കും. ആ വ്യക്തി അതിനായിട്ട് കച്ചകെട്ടി നടക്കുന്നു. പക്ഷേ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കാൻ നടക്കുന്നത് അവർ വിചാരിച്ചിരിക്കുന്നു. അവരുടെ ഹൃദയത്തിലാണ് സ്നേഹം. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും സ്നേഹം വേണ്ടതും അവരുടെ ഹൃദയത്തിൽ നിന്നാണ്, മറ്റൊരിടത്തു നിന്നല്ല. അവരുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലല്ല നിങ്ങൾക്ക് സ്ഥാനം വേണ്ടത്. അവരുടെ കാര്യത്തിൽ നിങ്ങളെ എതിർക്കുന്ന നിങ്ങളുടെ ശത്രുവായിട്ടുള്ള ആളുകൾക്കല്ല, അല്ലെങ്കിൽ അവരുടെ സ്നേഹമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് കേവലം ആ വ്യക്തിയുടെ സ്നേഹം മാത്രമാണ്. അത് മാത്രം നിങ്ങൾക്ക് മതി. നിങ്ങൾക്ക് സ്വർണമോ പണമോ അധികാരങ്ങളോ ഭൗതിക നേട്ടങ്ങളോ ഒന്നുമല്ല ആഗ്രഹം. കേവലം ആ വ്യക്തിയുടെ സ്നേഹം മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിക്ക് പിറകെ സഞ്ചരിക്കുന്നുണ്ടെന്നും ആ വ്യക്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഒക്കെ ആ വ്യക്തിക്കറിയാം. എന്നിട്ടും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് നിഷേധിക്കുകയാണെങ്കിൽ തൽക്കാലം ആ സ്നേഹത്തിന് നിങ്ങളൊരു വിട പറയുക. നിങ്ങളുടെ മനസ്സിലല്ല, ആ വ്യക്തിയുടെ മുമ്പിൽ. ആ വ്യക്തിക്ക് എന്നും പുറകെ നടന്നിരുന്ന നിങ്ങൾ ആ വ്യക്തി കാണുകയെ അങ്ങനെ സഞ്ചരിക്കാതിരിക്കുക. ആ വ്യക്തിയോട് വാക്കുകൊണ്ട് എപ്പോഴും നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ
എന്ന് കൂടെ കൂടെ പറഞ്ഞിട്ടും ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചില്ല. ഇനി എങ്കിൽ ആ സംസാരവും വേണ്ട. ആ വ്യക്തിയുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണ്ട എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ അഭിനയിക്കുകയെങ്കിലും ചെയ്യുക. ആ വ്യക്തി വിചാരിക്കണം, എന്നെ ഇതുവരെ സ്നേഹിച്ച, അല്ലെങ്കിൽ എന്നെ കിട്ടിയേ തീരൂ, എൻ്റെ പുറകെ നടന്ന ഒരാൾ എന്നെ വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ എന്നെ അവഗണിച്ച് പോകാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സാക്ഷി ആ വ്യക്തിയോട് തീർച്ചയായിട്ടും പറയും, നിങ്ങളൊരു ശല്യക്കാരനോ ശല്യക്കാരിയായി മാറിയിരുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ആ വ്യക്തി അന്വേഷിക്കും, എത്ര കാലം എനിക്ക് പുറകെ നടന്ന, എൻ്റെ കാരുണ്യത്തിനായിട്ട് കച്ച കെട്ടി നടന്ന ആ വ്യക്തിക്ക് എന്ത് പറ്റി ഇപ്പോൾ? എനിക്ക് പകരമായി ആ വ്യക്തിയുടെ മനസ്സിൽ ആരാണ് കയറിപ്പറ്റിയിരിക്കുന്നത്? അല്ലെങ്കിൽ ആർക്ക് മുമ്പിൽ ആ വ്യക്തി വാതിൽ തുറക്കുകയും എനിക്ക് മുമ്പിൽ എന്തുകൊണ്ട് വാതിൽ അടക്കുകയും ചെയ്തു എന്നുള്ളൊരു ചോദ്യം ആ വ്യക്തിയുടെ മനസ്സാക്ഷിയോട് ചോദിക്കും. ഏതൊരു വ്യക്തിയും താൻ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. ആ ഏത് വ്യക്തിക്കും സ്നേഹിക്കാൻ എത്ര പേരുണ്ടെങ്കിലും, എത്ര പേർ പുറകെ ക്യൂ നിൽക്കുകയാണെങ്കിലും, സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വ്യത്യസ്തരും അവർ ചിന്തിക്കുന്ന ക്വാളിറ്റിക്ക് മുകളിലും താഴെയും അതിനൊപ്പമൊക്കെ ഉള്ളവരാണെങ്കിലും ശരി, ഒരാളുടെയും സ്നേഹം വേണ്ട അല്ലെങ്കിൽ അംഗീകാരം വേണ്ട എന്നീ ലോകത്ത് ആരും പറയില്ല. പണത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഏതൊരു വ്യക്തിക്കും സ്നേഹിക്കപ്പെടാനും ആർത്തിയുണ്ട്. ഓരോരുത്തരാലും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരാൾ പോലും തന്നെ സ്നേഹിക്കാതെയും തൻ്റെ നിലവാരത്തിൽ അസൂയപ്പെടാതെയും താൻ സ്നേഹിക്കാത്തതിനാൽ വിഷമിക്കാതെയും അങ്ങനെ സംഭവിക്കാതെ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും പറയുന്നു, എന്നെ ഇന്നയാൾ സ്നേഹിക്കണം, ഈ ലോകം മുഴുവനും എന്നെ സ്നേഹിക്കുകയും എനിക്ക് പിറകെ നടക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ സ്ഥിരമായി പിറകെ നടന്നിരുന്ന നിങ്ങൾ പെട്ടെന്നൊരു ദിവസം പിന്മാറുമ്പോൾ അവരുടെ ഹൃദയം ഒന്ന് പിടയും. നിങ്ങളെ എത്ര വെറുക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളെ എത്ര അടുപ്പിക്കില്ല എന്ന് വാശി പിടിച്ച വ്യക്തിയാണെങ്കിലും ശരി, എന്താണ് ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടായതെന്ന് അവർ തിരയാൻ ശ്രമിക്കും. അതിനിടയിൽ നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും പെട്ടെന്ന് ഇഷ്ടം തോന്നിയെന്ന് ആ വ്യക്തി അറിയാനിടയായാൽ, അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ കൂടിയും ആ വ്യക്തിക്ക് പകരമായ അതേ ലിംഗത്തിലുള്ള അല്ലെങ്കിൽ അതേ കാറ്റഗറിയിലുള്ള ആ വ്യക്തി അറിയുന്ന, ആ വ്യക്തിക്കൊപ്പം ഏതാണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ചതായി കാണുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് തീർച്ചയായിട്ടും സംസാരിക്കും, എനിക്ക് പകരമായി ഇന്നയാളെ ഇന്ന വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സ് തൃപ്തമാണെന്നുള്ള രീതിയിൽ ആ വ്യക്തി കാണുകെ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയിലൊരു നഷ്ടബോധം ഉണ്ടാവും. ആ വ്യക്തിക്ക് ഉള്ള ആഗ്രഹം നിങ്ങളെപ്പോലെ അല്ലാത്തൊരാളെയാണെങ്കിലും നിങ്ങൾക്കുള്ളതിൻ്റെ 100 ഇരട്ടി മൂല്യങ്ങളുള്ള ഒരാൾക്ക് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുകയാണെങ്കിലും, ആ വ്യക്തിയിൽ നിങ്ങളെ വേണ്ട എന്ന ആ വ്യക്തിയുടെ മനസ്സാക്ഷി പറഞ്ഞ് തീരെഴുതിയിരിക്കുകയാണെങ്കിലും ആ വ്യക്തിയുടെ മനസ്സ് പിടയും. എൻ്റെ കയ്യിൽ എത്തേണ്ട അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ വന്ന് നിന്ന ഒരു സൗഭാഗ്യത്തെയാണ് ഞാൻ തള്ളിക്കളഞ്ഞതെന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ടാവും. പിന്നീട് നിങ്ങൾ തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യും. ആ വ്യക്തി അങ്ങനെ പൂർണ്ണമായി ആഗ്രഹിച്ചില്ലെങ്കിലും നഷ്ടബോധത്തിൻ്റെ ഒരു കണിക ആദ്യമായി നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ വരും. അത് വേദന കൊണ്ട് നീറുന്നൊരവസ്ഥയിലേക്കെത്തും. ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തിലൂടെ ഒരമ്പ് കടന്ന പോലുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നീടും നിങ്ങൾ അതേ വഴിയിൽ ആ വ്യക്തിക്ക് മുമ്പിൽ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തി ഉറപ്പിക്കും, ഞാൻ നഷ്ടം വരുത്തിയിരിക്കുന്നുവെന്ന്.
പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് അടുക്കാൻ ആ വ്യക്തി ശ്രമിക്കും. ഇനി അല്ലെങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ മനസ്സ് അതിലേക്ക് മാഞ്ഞു പോകും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ മനോമണ്ഡലത്തിൽ നിന്ന് നിങ്ങളോടുള്ള വൈരാഗ്യം മാറി, ദേഷ്യം മാറി, നിങ്ങളോട് പ്രണയമാകും, ഇഷ്ടമാകും, ആകർഷണമാകും, കരുതലാകും, ഒരു നന്ദി പ്രകടനമാകാം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കും. ആ വ്യക്തി ചെയ്ത ഓരോ വാക്കിലും നോക്കിലും ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാവും. എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെന്ന്, അല്ലെങ്കിൽ എൻ്റെ കുഴപ്പം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെന്ന് നിങ്ങളുടെ പേരിനൊപ്പം ആ വ്യക്തി ഹൃദയത്തിൽ എഴുതി ചേർക്കും. അങ്ങനെ ആദ്യമായിട്ട് നിങ്ങളെ ലഭിക്കാത്തത് നഷ്ടമായെന്ന് ആ വ്യക്തി ഉറപ്പിക്കും. പിന്നീട് നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആ വ്യക്തി തുറന്ന് പുറമേ സമ്മതിച്ചില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വേദനയായിട്ട് അത് അവശേഷിച്ചിരിക്കും. തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ടാവും. ഒരിറ്റ് സ്നേഹം അവിടെ പൊട്ടി മുളയ്ക്കപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ആ അംഗീകാരം നിങ്ങൾ അറിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയിലേക്ക് ചാഞ്ഞതുപോലെ, ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരിക്കും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ഇനിയും പുറകെ പോയി കൂടുതൽ വേദന ഉണ്ടാക്കേണ്ടെന്ന് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മാറി നിൽക്കലിൻ്റെ ഒരു എഫക്റ്റ് ആ വ്യക്തിയിലെത്തും. ആ വ്യക്തി അത് അറിയും, ആ വ്യക്തി അത് മനസ്സിലാക്കും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ തിരുനാളം ഉയരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ആദ്യമായിട്ട് പടർന്ന് കത്തി ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. നിങ്ങളറിയും, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ ചിന്തയോടെ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖത്തൊന്ന് നോക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കുന്നു, എവിടെയോ ഒരു തരംഗം, തനിക്കൊരു നഷ്ടബോധം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തോന്നൽ ആ വ്യക്തിക്ക് അപ്പോൾ തന്നെ ഉണ്ടാകും. നിങ്ങൾക്കത് അറിയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.